ഹലോ, എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസാട്ടോ. വേറൊന്നുമല്ല, ഇന്ന് എന്റെ കെട്ടിയോന്റെ ബർത്ത്ഡേയാ. അതിന്റെ സന്തോഷമൊന്നും പുള്ളിയുടെ മുഖത്തില്ല കേട്ടാ. പുള്ളി രാവിലെ തന്നെ ഞം തിന്നോണ്ടിരിക്കും. ആള് വേറെ മൂടാട്ടാ. ആൾക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നിയാ അപ്പൊ ആളത് പോയി മേടിച്ച് കഴിക്കും. അപ്പൊ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഞാൻ കുറെ പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാ. രാവിലെ തന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി. ഒപ്പം ഞാനും റെഡി ആയിട്ടാ. എനിക്കും കൊച്ചിന് പുതിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഇക്കാക്ക് ഡ്രസ്സ് എടുക്കണം. അതാട്ടോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി. അങ്ങനെ ഞാനൊക്കെയും കൊച്ചിൻ റെഡിയായി ഇറങ്ങിട്ടോ. ഇപ്പൊ ഞാനാണ് എന്റെ വീട്ടിലാട്ടാ. ഇന്നലെ ആട്ടാ നമ്മൾ വന്നത്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് ഇക്കാടെ വീട്ടിൽ വെച്ചാട്ടാ. അപ്പൊ ബർത്ത്ഡേ എന്റെ വീട്ടില് അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാനാട്ടോ. ഡ്രസ്സ് എന്റെ വക ഇക്കാക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടോ. ഞാനും കൊച്ചിട്ടേക്കണ ഏകദേശം ഒരു കളർ ഡ്രസ്സ് ആട്ടാ. അപ്പൊ ഇക്കാക്കും അതേ സെയിം കളർ തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചാണ്. നമ്മളാണ് ചാലക്കുടിയിൽ ഞാൻ ഒരു ഡ്രസ്സ് എടുക്കണേ. ഞാൻ എപ്പോ ഇക്കാക്ക് ഷർട്ട് എടുക്കാൻ പോലും ഇവിടുന്ന് എടുക്കാറ്. ഷർട്ട് എടുക്കാനായിട്ട് വലിയ താമസം ഉണ്ടായില്ല കേട്ടാ. ഞാൻ ഇട്ട ഡ്രസ്സിന്റെ അതേ കളർ തന്നെ ഷർട്ട് കിട്ടി. പിന്നെ അതിന് ചേർന്ന് ഒരു ബാഗി ജീൻസും കൂടി മേടിച്ചു കിട്ടാ. ഇവിടെയാണ് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എപ്പൊ നമ്മൾ ഇവിടുന്ന് ഷർട്ട് മേടിക്കാൻ വന്നാലും വലിയ താമസമില്ല വേഗം കിട്ടൂട്ടാ. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടോ. ഞങ്ങൾക്ക് നന്നായി വിശക്കുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഞങ്ങൾ എവിടെ പോലും മന്തിയായിട്ട് കഴിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ബിരിയാണി ആയിട്ട് കഴിച്ചത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാ. ഇക്കാണെങ്കിൽ ഇവിടുത്തെ ഇതുവരെയായിട്ടും ബിരിയാണി കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞ് ഇറങ്ങി രണ്ട് മിഠായി കൂടി മേടിച്ചുട്ടാ. എനിക്ക് ഫുഡ് കഴിച്ചാണ്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ ഇഷ്ടാട്ടോ. എനിക്കാണ് ഇക്കാക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് വഴിയിൽ വെച്ച് ഇക്കാലത്ത് സാധനം മേടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഞാൻ എന്താ ഗിഫ്റ്റ് കൊടുക്കാന്ന് കുറെ ആലോചിച്ചിട്ടാ. പിന്നെ വിചാരിച്ചു വാച്ചും ഷൂ മേടിക്കണം. അതാവുമ്പോ പിന്നെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റൂലോ. ഇക്കാക്ക് ഷൂ വാങ്ങിച്ചപ്പോ എനിക്കും അതുപോലെ തന്നെ ഷൂ മേടിച്ചു കിട്ടാ. ഷൂ മേടിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാച്ച് കട ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ നമ്മള് വാച്ച് മേടിച്ചു. കുറെ വാച്ചുള്ളതാണ്. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ഏതാ മേടിക്കണ്ടേന്ന്. വാച്ചാണ് എനിക്ക് മേടിച്ച് പരിചയമില്ല. ഷൂ ഒക്കെ പിന്നെ ഞാൻ ഇരുന്ന കാരണം എനിക്കറിയാം. എന്നിട്ട് കുറെ നേരം നോക്കിയിട്ട് അവസാനം ഞാൻ അതിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു കിട്ടാ. കൊച്ചാണ് പുറത്ത് കാറിലിരിക്കട്ടാ. അപ്പൊ എല്ലാം കൂടി വീഡിയോയിൽ കൊള്ളണില്ല. ഞാൻ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.